ഡോക്ടറെ, ഒരു പെയിൻ കില്ലർ കഴിച്ചപ്പോൾ വേദന കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രശ്നം തീർന്നു എന്ന്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ദാ വീണ്ടും വേദന, അതേ വേദന വരുന്നു. ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പലർക്കും മനസ്സിലുള്ള ഒരു വലിയ സംശയമാണിത്. വേദന കുറഞ്ഞ നമ്മുടെ ഉള്ളിലെ രോഗം മാറിയോ? ഈ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറയാം, പെയിൻ കില്ലർ എന്നത് ഒട്ടും മോശമായിട്ടുള്ള ഒരു മരുന്നല്ല. പക്ഷെ പെയിൻ കില്ലർ കഴിക്കുന്നത് എല്ലായ്പ്പോഴും അതിൻ്റെ ശരിയായിട്ടുള്ള, അതായത് യഥാർത്ഥ ചികിത്സയുമല്ല. ഈ ഒരു വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയാൽ വർഷങ്ങളായി നമ്മളെ അലട്ടുന്ന പല കടുത്ത പെയിനിനെയും നമുക്ക് തികച്ചും വേറിട്ടൊരു രീതിയിൽ കാണാൻ തുടങ്ങും. നമുക്ക് ആദ്യം ഒരു ലളിതമായ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് വേദന ഉണ്ടാക്കുന്നത്? നമ്മളെ വെറുതെ ശിക്ഷിക്കാനോ അല്ല, നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. ഇപ്പോ നിങ്ങൾ ഒരു അബദ്ധത്തിൽ നല്ലൊരു ചൂടുള്ള പാത്രത്തിൽ കൈ തൊട്ടു എന്ന് കരുതുക. ഉടനെ കഠിനമായിട്ടുള്ള വേദന തോന്നും. നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കും. ആ ഒരു വേദന അവിടെ തോന്നിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ കൈ മുഴുവനായി പൊള്ളി കരിഞ്ഞു പോകുമായിരുന്നു. ശരിയല്ലേ? അതായത് വേദന നമ്മുടെ, അഥവാ പെയിൻ എന്നത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വാണിംഗ് സിസ്റ്റമാണ്. ഇനി നമുക്ക് നോക്കാം, ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന്. പെയിൻ കില്ലറിന്റെ പ്രധാന ജോലി ശരീരം കാണിക്കുന്ന ആ വാണിംഗ് സിഗ്നലിന്റെ തീവ്രത താൽക്കാലികമായി കുറയ്ക്കുക എന്നത് മാത്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെയാണ് കേട്ടോ. കാരണം വേദന അസഹനീയമായി നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ശരിയായി നടക്കാനോ സമാധാനത്തോടെ ഉറങ്ങാനോ ഡെയിലി റുട്ടീൻസ് ജോലികൾ ചെയ്യാനോ കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിൽ വേദനയെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ആഴത്തിൽ ചിന്തിക്കണം. വാണിംഗ് സിഗ്നൽ കുറഞ്ഞു എന്നതുകൊണ്ട് വേദന വരാൻ കാരണമായ ഉള്ളിലെ ആ യഥാർത്ഥ പ്രശ്നം മാറി എന്ന് അർത്ഥമില്ല. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ലളിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിലെ ഫയർ അലാറം അല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെ അലാറം പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തിൽ അടിക്കാൻ തുടങ്ങിയെന്ന് കരുതുക. നിങ്ങൾ ഓടിച്ചെന്ന് അലാറത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ആ ശബ്ദം നിന്നു. പക്ഷെ ആ ഉള്ളിലെ ആ ഒരു സ്വിങ് അല്ലെങ്കിൽ ആ ഒരു ഫയർ അലാറത്തിന്റെ തീ കെട്ടുപോയോ? ഇല്ല. നിങ്ങൾ അത് ചെയ്തത് അലാറത്തിന്റെ ശബ്ദം നിർത്തുക മാത്രമാണ്. ഉള്ളിൽ ആ ഒരു തീ ഇപ്പോഴും കത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ സ്വിങ് ഇപ്പോഴും നടക്കുന്നുണ്ടാകാം. ഓക്കെ, പെയിൻ കില്ലറുകൾ പല സാഹചര്യങ്ങളിലും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് തലച്ചോറിലേക്ക് എത്തുന്ന വേദനയുടെ അലാറം ഓഫ് ചെയ്ത് വെക്കും. പക്ഷെ ആ ഉള്ളിലെ തീ, അത് ആ വേദനയുടെ യഥാർത്ഥ കാരണം എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. പല പേഷ്യൻസും എന്നോട് വന്ന് സ്ഥിരമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഡോക്ടർ, മരുന്ന് കഴിക്കുന്ന ദിവസങ്ങളിൽ നല്ല ആശ്വാസമാണ്, മരുന്ന് നിർത്തിയാൽ പിറ്റേ ദിവസം വീണ്ടും അതേ വേദന തിരിച്ചു വരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആ വേദന വരാനുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ അവിടെ തന്നെ മാറ്റമില്ലാതെ കിടപ്പുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ നടുവേദനയുടെ കാരണം നിങ്ങളുടെ തെറ്റായ ഇരിപ്പോ നിപ്പോ ആണെങ്കിൽ, നിങ്ങളുടെ കോർ മസിലുകളുടെ ബലക്കുറവാണെങ്കിൽ, ഇടുപ്പിന്റെ ചലനശേഷി കുറഞ്ഞതാണെങ്കിൽ, അതല്ലെങ്കിൽ അമിതമായ ശരീരഭാരമാണെങ്കിൽ, ഒരു പെയിൻ കില്ലറിനും നിങ്ങളുടെ ഈ വക പ്രശ്നങ്ങളൊന്നും തന്നെ മാറ്റാൻ, ക്യൂർ ചെയ്യാൻ സാധിക്കില്ല, കഴിയില്ല. അതുകൊണ്ട് തന്നെ മരുന്നിന്റെ പവർ തീരുന്ന ആ ഒരു പോയിന്റിൽ, നിമിഷത്തിൽ ശരീരം വീണ്ടും വേദന എന്ന അലാറത്തിനെ അടുപ്പിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ വേദനയുടെ അലാറം അടിക്കാൻ തുടങ്ങും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. ഈ വീഡിയോ കണ്ടിട്ട് പെയിൻ കില്ലറുകൾ ആരും കഴിക്കരുത്, അത് വലിയ ഭയങ്കര ആപത്താണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചികിത്സയിൽ പെയിൻ കില്ലറുകൾക്ക് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു അപകടം പറ്റി, പരിക്ക്, ശരീരത്തിൽ വരുന്ന ഒരു കടുത്ത ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ, ഒരു സർജറി കഴിഞ്ഞുള്ള സമയം, അല്ലെങ്കിൽ പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള വേദന, ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ പെയിനെ നിയന്ത്രിക്കുക എന്നത് ആദ്യത്തെ മുൻഗണന. പക്ഷെ അതിനൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആ വേദന വന്നത് എന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം. എന്നാൽ അവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും ഏറ്റവും വലിയ തെറ്റ് പറ്റുന്നത്. മരുന്ന് കഴിച്ച് വേദന ഒന്ന് കുറയുമ്പോഴേക്കും അവർ വിചാരിക്കും, ഇപ്പൊ എല്ലാം ശരിയായി, അസുഖം മാറിയത്. അതോടെ അവർ ചെയ്യേണ്ടിയിരുന്ന എക്സസൈസ് നിർത്തും, ഡെയിലി റുട്ടീൻസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മറക്കും, ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കും. പഴയതുപോലെ വീണ്ടും അനക്കമില്ലാത്ത ജീവിതത്തിലേക്ക് മടങ്ങും. അവസാനം എന്ത് സംഭവിക്കും? വേദന വീണ്ടും ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഇതൊരു തുടർച്ചയായ വിഷമവൃത്തം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ചികിത്സ? യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് വേദനയെ താൽക്കാലികമായി അടിച്ചമർത്തുക എന്നതല്ല. ആ വേദന വരാനുള്ള മൂല കാരണം കൃത്യമായി കണ്ടെത്തുകയാണ് വേണ്ടത്. അത് ആ മസിൽസിന്റെ പേശികളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടാണോ, സന്ധികളിൽ വരുന്ന അമിതമായ സമ്മർദ്ദം കൊണ്ടാണോ, ഡിസ്കിന്റെ തേയ്മാനം കൊണ്ടാണോ, അതോ നാഡീഞരമ്പുകളെ അമർത്തുന്നത് പ്രഷർ വരുന്നത് കൊണ്ടാണോ, നിങ്ങളുടെ തെറ്റായ ജീവിത രീതി കൊണ്ടാണോ? ഇതൊന്നുമല്ല. ഇനി അമിതമായ മാനസിക സമ്മർദ്ദം നിങ്ങളുടെ പെയിനിനെ കൂട്ടുന്നുണ്ടോ? ഇങ്ങനെ ഓരോ രോഗിയുടെയും ശരീരപ്രകൃതി അനുസരിച്ച് ഇതിന്റെ ഉത്തരങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ചികിത്സയും ഓരോരുത്തർക്കും തികച്ചും വ്യത്യസ്തമായിരിക്കണം. ഈ ഒരു സാഹചര്യത്തിലാണ് ആയുർവേദത്തിന്റെ സമഗ്രമായ സമീപനം വളരെ പ്രസക്തമാകുന്നത്. ആയുർവേദത്തിൽ നമ്മൾ ഒരിക്കലും പെയിനിനെ മാത്രം ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി നോക്കി കാണാറില്ല. മറിച്ച് ആ വേദന നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ ഇടയാക്കിയ യഥാർത്ഥ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുന്നത്. ശരീരത്തിലെ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ, ശാരീരികമായിട്ടുള്ള ചലനങ്ങൾ, ഉള്ളിലെ നീർക്കെട്ട്, പേശികളുടെയും ഒപ്പം സന്ധികളുടെയും ആരോഗ്യം, എന്തിനേറെ നിങ്ങളുടെ ദഹന പ്രക്രിയ പോലും കൃത്യമായി വിലയിരുത്തിയാണ് ഒരു മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് വിട്ടുമാറാത്ത കഠിനമായ വേദനകളുള്ള രോഗികൾക്ക് പോലും ആയുർവേദ ചികിത്സയിലൂടെ വേദന കുറയ്ക്കുന്നതിനൊപ്പം അത് ഭാവിയിൽ വരാതിരിക്കാനുള്ള ശാശ്വതമായ മാറ്റങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായി പെയിൻ കില്ലറുകളെ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ശാന്തമായി ഒന്ന് ഇരുന്ന് ഈ 5 ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഒന്ന്, എൻ്റെ ഈ വേദനയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാമോ? 2, ആ കാരണം മാറ്റാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കാര്യമായി ചെയ്യുന്നുണ്ടോ? 3, വേദന താൽക്കാലികമായി കുറയുമ്പോൾ ഞാൻ എൻ്റെ ചികിത്സ പാതി വഴിയിൽ നിർത്താറുണ്ടോ? 4, എൻ്റെ മോശം ജീവിതശൈലി ഈ വേദനയ്ക്കൊരു കാരണമാവുന്നുണ്ടോ? 5, ഞാൻ വെറും രോഗലക്ഷണത്തെയാണോ ചികിത്സിക്കുന്നത് അതോ അതിന്റെ മൂല കാരണത്തെയാണോ? ഒരു കാര്യം എപ്പോഴും ഓർക്കുക, വേദന എന്നത് നിങ്ങളുടെ ശത്രുവല്ല. വേദന നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്ന ഏറ്റവും മനസ്സിലാവുന്ന സ്വന്തം ഭാഷയാണ്. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, ഉള്ളിൽ എന്തോ ഒരു തകരാറുണ്ട് എന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് വിളിച്ചു പറയുന്ന രീതിയാണത്. ആ ശബ്ദത്തെ എപ്പോഴും മരുന്നുകളിട്ട് സപ്രസ് ചെയ്യാൻ നോക്കാതെ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് സ്നേഹത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ ആരോഗ്യത്തിന്റെ ഒരു ഉയിർപ്പ്, വീണ്ടെഴുന്നേൽപ്പ് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വേദനയ്ക്കാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻ കില്ലറുകൾ കഴിക്കേണ്ടി വന്നിട്ടുള്ളത്? വിട്ടുമാറാത്ത നടുവേദനയ്ക്കാണോ, കഴുത്ത് വേദനയ്ക്കാണോ, അതോ മുട്ടുവേദനയ്ക്കാണോ? താഴെ കമന്റിൽ തീർച്ചയായും എഴുതുക. ഈ വീഡിയോ ചെറിയൊരു വേദന വരുമ്പോഴേക്കും സ്ഥിരമായി പെയിൻ കില്ലറുകൾ വാങ്ങി കഴിച്ച് സ്വന്തം ആരോഗ്യം കളയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഉണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും ഷെയർ ചെയ്ത് നൽകുക. അവരുടെ ആരോഗ്യ കാര്യത്തിൽ ഇതൊരു വലിയ ഒരു മാറ്റത്തിന് കാരണമാകും.